ലക്ഷ്മി, നിനക്കിതെന്ത് പറ്റി? എവിടെയായിരുന്നു ഇത്രയും കാലം? അവനെവിടെ? ദാമു ചതിക്കുമായിരുന്നല്ലോ. അവന് ജീവനുള്ളിടത്തോളം കാലം നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. ആ ഉറപ്പാ. നിങ്ങളെ തറവാട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ എന്ന് കരുതി ഞാൻ കൂടെ നിന്നത്. എങ്ങോട്ട് പോയത്? എനിക്കൊരു ചെറിയ ജലദോഷം വന്ന് സഹിക്കാനാവാത്ത ദാമേട്ടനോട് നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞപ്പോ ഡോക്ടർ വിളിക്കാൻ ഓടിയതാ. ഏതോ ലോറിക്കടിയില് ആരെല്ലാം എടുത്തോണ്ട് വരുന്നു. നീ വാ, നമുക്ക് വീട്ടിലേക്ക് വാ. ചന്തയിലേക്കല്ലേ? അതൊക്കെ പിന്നെ, നീ വാ. കൊച്ചിനിങ്ങതാ. ഇവന്റെ പേരെന്താ? ബാബു. അന്യനാട്ടിൽ ഒറ്റയ്ക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച ഞങ്ങൾ കഴിഞ്ഞത്. ആർക്കും ഒരു ഉപദ്രവം ആകരുതെന്ന് ദാമേട്ടൻ നിർബന്ധമായിരുന്നു. അതുകൊണ്ടാ വർക്കിച്ചാനെ പോലും ഒന്നും അറിയിക്കാതിരുന്നത്. ദാമേട്ടൻ എന്നിൽ നിന്ന് അകറ്റിയ നശിച്ച നെഞ്ചുവേദന എന്നെയും കൂട്ടിക്കൊണ്ടുപോകാൻ കാത്തു നിൽക്കുക. ഞാനോട് ഇല്ലാണ്ടായ എന്റെ മോൻ അനാഥനായി പോവും. അതുകൊണ്ടാ രാത്രി ബസ്സിന് തിരിച്ചത്. വർക്കിച്ചാനെ കാണാൻ ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. ലക്ഷ്മി, നിന്നെയും കുഞ്ഞിനെയും നോക്കാൻ പറ്റാത്തതുകൊണ്ടല്ല. നിനക്കൂടി അവകാശപ്പെട്ട കോയിക്ക് തറവാടില്ലേ, അവിടേക്ക് പോവാം. അവിടെ കയറ്റില്ലെന്നറിയാം. നീ ദാമുവിനോടൊന്നിച്ച് പടിയിറങ്ങിയപ്പോൾ നിനക്ക് പിണ്ടം വെച്ചവനാ നിന്റെ ഏട്ടൻ. നിനക്കൂടി അവകാശപ്പെട്ടതാ അയാൾ ഒറ്റയ്ക്ക് അനുഭവിക്കുന്നത്. അത് പാടില്ല. നിനക്ക് വേണ്ടെങ്കിൽ നിന്റെ മകന് വേണ്ടിയെങ്കിലും അത് വേണം. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. മറയടാ. ലക്ഷ്മി, ലക്ഷ്മിക്കുട്ടി, ദാ വീട്ടിലെത്തി. ലക്ഷ്മിക്കുട്ടി, വാശിയും വൈരാഗ്യവും ഏട്ടനെ പോലെ തന്നെ എനിക്കുണ്ട്. എന്ത് തന്നെ സഹിക്കേണ്ടി വന്നാലും സഹായം ചോദിച്ചുകൊണ്ട് തിരിച്ചു വരില്ല. ദാമുവും ലക്ഷ്മി പടിയിറങ്ങുമ്പോ പറഞ്ഞിരുന്നു ഇനി ഒരിക്കലും തിരിച്ചു ഔട്ടില്ല എന്ന്. അവള് വാക്കുപാലിച്ചു. എനിക്കാണ് അത് തെറ്റിക്കേണ്ടി വന്നത്. അന്യനാട്ടിൽ വെച്ച് ദാമു മരിച്ചു. ആരോരുമില്ലാതായ ലക്ഷ്മി കുഞ്ഞിനെ എടുത്തുകൊണ്ട് എന്നെ തേടി വന്നതാ. അവൾക്ക് അവകാശപ്പെട്ട ഈ തറവാട്ടിലേക്ക് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു വന്നത് അവളുടെ അവകാശങ്ങൾ ചോദിക്കാനായി.
ഇനി അതൊന്നും വേണ്ടല്ലോ. മോളെ മോളെ ലക്ഷ്മിക്കുട്ടി, ഉണ്ണിത്താനെ, അവളുടെ അവസാന കർമ്മങ്ങളെങ്കിലും താനായി നടത്തും. മോളെ ലക്ഷ്മിക്കുട്ടി. ഭാനുമതി, അകത്ത് പോ. എന്റെ പെങ്ങളൂട്ടി എന്നേ മരിച്ചു. ഇരിക്കപ്പിണ്ടവും വെച്ച് പുലവിളിയും കഴിച്ചു. ഒരാൾക്കൊരിക്കലല്ലേ മരണമുള്ളൂ. പകയും വൈരാഗ്യം ഒക്കെ ഈ ശവത്തോട് തന്നെ വേണോടോ. ഒന്നുമല്ലേലും തന്റെ ഉടപ്പിറന്നോളല്ലേ. ഉടപ്പിറന്നോള് പെറ്റ വയറുകൊണ്ട് ബന്ധം അളക്കരുതെന്ന് പഠിപ്പിച്ചതും ഉടപ്പിറന്നോള് തന്നെയാ. അണിവിരലിൽ പിടിച്ച് പിച്ച വെച്ച് നടന്നു പഠിച്ച ഒരേ ഒരു പെങ്ങളൂട്ടി. ഓർക്കാപ്പുറത്ത് കത്തിയില്ലാതെ നെഞ്ചും കരളും കുത്തിക്കേറിയപ്പോ വാർന്നൊലിച്ചത് ചോരയല്ല, മറക്കാനാവാത്ത പകയുടെ നെരിപ്പോടാ. അകത്ത് കയറി പോകാനാ പറഞ്ഞു നിന്നോട്. ഉണ്ണിത്താനെ, എനിക്കുമുണ്ട് സ്വന്തമായ 6 ചുവട് മണ്ണ്. ലക്ഷ്മിയുടെ ആത്മമോക്ഷത്തിനായി ചെയ്യാവുന്ന ക്രിയകളും കർമ്മങ്ങളും എല്ലാം ആ മണ്ണിൽ ചെയ്യിച്ച് ദാ ഇവനെ കൊണ്ട് ഞാൻ കൊള്ളുവെപ്പിക്കും. തന്റെ ചോര ഗുണമുള്ള ഈ കുഞ്ഞിനെ ഞാൻ വളർത്തും എന്റെ സ്വന്തം മകനായിട്ട്. ഇവനെ വളർത്തി വലുതാക്കി നിന്റെ മുമ്പിൽ നിർത്തിയിട്ട് വർക്ക് ചോദിപ്പിക്കും കണക്കുകൾ ഓരോന്നായി. ലക്ഷ്മിയല്ലേ? അതെ. എന്തു പറ്റി? മരിച്ചു. ആർക്കും വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു അടക്കം ചെയ്യാൻ. ദാ ഇവൻ അവളുടെ മകനാ. ഉടയോനെന്നാലും അത്താഴം തേടും, അടിയാനെന്നാലും ഒടുക്കമൊന്നുറങ്ങാൻ ആറടി മണ്ണാണേ, ഒടുക്കമൊന്നുറങ്ങാൻ ആറടി മണ്ണാണേ. ബാബു, ലാലിച്ചനുമായിട്ട് ചീട്ടുകളി സ്ഥലത്ത് പൊരിഞ്ഞ തല്ല് നടക്കുക. വന്നേ. എന്റെ അനിയൻ കൊണ്ട ദേഹത്തോട്ടാണോ ആ കൈനാ വെട്ടും. നടക്ക. ചീട്ടം കളിച്ച് കണ്ടവന്റെ തല്ലും കൊണ്ട് കടന്നു. പോത്ത് പോലെ ആയല്ലോടാ. സ്വയം പണിയെടുത്ത് ജീവിക്കാൻ നോക്ക്. ഓ, അപ്പച്ചന്റെ പറച്ചിൽ കേട്ടാ തോന്നും പണിക്കൊന്നും പോവാഞ്ഞിട്ടാണ്. എന്തെങ്കിലും കിട്ടണ്ടേ? 8ാം ക്ലാസ്സിൽ 3 മുട്ട കിട്ടിയ നിനക്ക് ഇനി എന്നെ കളക്ടർ ഉദ്യോഗമാണോ കിട്ടാൻ പോകുന്നത്? 3 മുട്ടയല്ല വർക്കിച്ചായ, 4 മുട്ട. 8 മുട്ട കിട്ടിയ നിന്റെ കൂടെയൊക്കെ നടന്നിട്ടാടാ ഇവൻ ഗുണം പിടിക്കാത്ത. അല്ലോ, ഞാൻ നിർത്തി. 7ാമത്തെ വയസ്സിൽ കിട്ടിയ മുറിവാ. ഇനിയും ലാലിച്ചന്റെ കൂടെ നടന്നാൽ ഈ മുറി ഉണങ്ങുന്ന പ്രശ്നമില്ല. ഞാൻ ബാബുവിന്റെ കൂടെ മാത്രം കൂട്ടുകൂടാൻ പോകും. ആരുടെ കൂടെ കൂടിയിട്ട് കാര്യമില്ല, അധ്വാനിക്കണം. ലാലിച്ച, നമ്മുടെ പാടത്തും പറമ്പിലും ഒരുപാട് പണി കിടക്കുകയല്ലേ. അതിനവിടെ പണിയെടുക്കാൻ അപ്പ സമ്മതിക്കില്ലല്ലോ. ഇനി നിന്നെ ഞാൻ നെല്ലും നീരും വെച്ച് സ്വീകരിക്കണോ? എടാ, നാളെ നമ്മുടെ പാടത്ത് വിതയ്ക്കുക. രാവിലെ കുരിശും വരച്ച് പണിയാൻ ഇറങ്ങിക്കോ. ഇനി തന്നെ എന്തായി കാണിക്കുന്നു നീ? പണിയൊന്നും എടുക്കുന്നില്ലെന്നല്ലേ പരാതി? വിത്തെറിയാൻ പോവാ. ആദ്യത്തെ കൈ വിത്തെറിയുന്നോ? അത് അവന്റെ കയ്യിലേക്ക് കൊടുക്ക. ഒരു പറ നെല്ല് ചുവന്നുകൊണ്ട് നടക്കാനായ അന്ന് തൊട്ട് ബാവുവാണ് ഈ പാടത്തെ ആദ്യത്തെ കൈവിത്തെറിയുന്നത്. നീ എറിഞ്ഞാലേ പതിര് പോലും കതിരെ കാണില്ല. വെറുതെ അല്ല അവൻ കൂടെ കൂടാത്തത്. ഇതല്ലേ പ്രകൃതം. മയത്തിൽ പറഞ്ഞ് എന്തെങ്കിലും എടുപ്പിക്കാനുള്ളതിന് പിന്നെ അവനെ കൊണ്ട് ആദ്യത്തെ വിത്തെറിയിക്കണം. ഞാനൊന്നും പറയുന്നില്ല. നീ എറിയടാ മക്കളെ.
ഒന്ന് നടന്നേ അങ്ങോട്ട്. ആ തണ്ടാരും നിന്നേ. ഇന്നലത്തെ കളിയിൽ അപ്പടി വെള്ളായിരുന്നു. ഇത്തിരി കയ്യിലേക്ക് ഒഴിച്ചേ നോക്കട്ടെ. വെള്ളമുണ്ട്, എന്നാൽ ഇന്നലത്തെ അത്ര ഇല്ല. ഇനിയിപ്പോ ഇതുകൊണ്ട് അച്ഛനോടത്തേക്ക്. അപ്പോഴേ അമ്മാവൻ കൂടെ പോയിരുന്നു അതോ ഇവിടെ തന്നെ തുടരുന്നോ? ഇല്ല. എന്റെ പറ്റിലെഴുതിയേക്ക്. എന്തോ ഒരു നല്ല സ്വഭാവം. ഏത് കാലക്കേടിന്റെ നേരത്താണാവോ എന്റെ മോളെ ഈ കാലമാടനെ കെട്ടിച്ചു കൊടുത്തത്. ഓ, എത്ര നല്ലവനായിരുന്നു എന്റെ മോളുടെ ആദ്യത്തെ കെട്ടുവൻ. അവന്റെ അച്ഛൻ നല്ല ഒന്നാം തരം ചെത്തുകാരനായിരുന്നു. തെങ്ങേന്ന് ചെത്തി ഇറക്കിയ പാട് എനിക്ക് 2 ഗ്ലാസ് തന്നിട്ട് അടുത്ത തെങ്ങേ കയറൂ. ഇവന് 2 വയസ്സായിട്ടില്ല. തെങ്ങേ ചെത്താൻ കയറിയതാ, കാല് വഴുത് വീട് ചാവുമായിരുന്നു. എന്റെ മോക്കും കുടുംബത്തിനും ഒരു തുണയാകട്ടെ എന്ന് കരുതിയാ ആ കഴിവേറി കേശവന് ഞാൻ കെട്ടിച്ചു കൊടുത്തത്. ആ സന്ധിക്ക് ഈ കഥ കേട്ട് തല ചെകിടിച്ചു. മൂക്കറ്റി കുടിക്കാൻ ഓരോ കാരണങ്ങള്. മക്കളെ ഒരു ഉപ്പ് കുടിഞ്ഞിരുത്തേ. ഇനി ഇവിടെ തരാൻ കള്ളില്ല. ആ എന്താ പതിവ് തെറ്റി? അപ്പം പോയിട്ടല്ലേ വരാറുള്ളൂ. ഒരപ്പൻ, അയാളെന്നെ അപ്പം തന്നെയാണോ? എന്തൊരു വർത്തമാനം ലാലിച്ച ഈ പറയുന്നേ? വർക്കിക്ക് നിന്നെ കുറിച്ച് ആദികളേ ഉള്ളൂ. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്നാ? ഇന്ന് പാടത്ത് വിത്തറിയാൻ വിളിച്ചിറക്കിയിട്ട് നാട്ടുകാരെ മുമ്പിലിട്ട് തൊലി ഉരിക്കായിരുന്നു. ഒരു കുപ്പി കറ. എടീ മല്ലികേ, എവിടെയാണെച്ചാ ഇറങ്ങി വാടി കാന്താരി. എന്താ വിളിച്ചത്? എടീന്നോ? എന്തിനാ നാളോട്ട് കിടന്ന് തൊള്ള തുറക്കണേ? എടി നിന്നെ വളർത്താൻ ഏൽപ്പിച്ച ആടായത് വളർത്തി പ്രസവിപ്പിച്ച് കറവേ ഒരു കുട്ടിയെയും കൂലിയായിട്ട് നീ എടുത്ത് എന്നിട്ട് മടക്കി തന്നതോ ഒരു പേട്ട ആട്ടും കുട്ടിയും ചത്ത ഈ ആടിനെയും. ആഹാ, ആ. എന്നെ വളർത്താൻ ഏൽപ്പിച്ച ആടിനെ ഇന്നലെ തിരിച്ചേൽപ്പിക്കാൻ ജീവൻ ഉണ്ടായിരുന്നല്ലോ. വാചകടിച്ച് രക്ഷപ്പെടാൻ നോക്കണ്ട. എനിക്ക് വേറെ ആടിനെ തിരിച്ചെന്നില്ലല്ലേ നീ വിവരം അറിയും. അറിയോ? ആ, അറിയടി. എന്താ പ്രശ്നം? മുറി വന്ന് ഉണങ്ങി വന്നതാ, ദേ വീണ്ടും മുറിഞ്ഞല്ലേ. ദേ, ഇനി ഇവിടെ നിന്ന് കസറിയാലേ ഇയാളെ നാട്ടുകാർ ഇതുപോലെ എടുത്തോണ്ട് പോണ്ടി വരും. എന്താ വല്ല പറയാണ്ടോ? ഇല്ലേ, തടി അടക്കം നമ്മളില്ല. വേണ്ട, കുടി മോനെ കുടി. എനിക്ക് വേണ്ട. എന്റെ ഞാൻ അച്ഛൻ കുടിക്കില്ല. എനിക്ക് വേണ്ട. കള്ള് തന്നതാ വളർത്തിയത്. ശങ്കർമോൻ എന്ത് പണിയായി കാണിക്കണേ? അപ്പൊ കുടിക്കില്ലെന്ന് അറിയില്ലേ? ഇനി പവനും കൂടി നശിപ്പിച്ച അടങ്ങും. ഛെ, ഈ കിഴവന്റെ ഓരോ ഇറങ്ങിപ്പോയ മല്ലികയുടെ സ്വഭാവം മാറ്റണ്ട്. ഇറങ്ങി പോകാൻ. അങ്ങനെ പറയേ, ഞാൻ അങ്ങോട്ട് പോട്ടെ. ഹാവ്. നോക്കിപ്പോ. ഇതെന്ത് പറ്റി? ശങ്കരേട്ടൻ എന്താ ഇവിടെ ഇരിക്കണേ? ഒരു ഉപ്പി കൂടി കിട്ടിയും കൊള്ളായിരുന്നു. ആ മല്ലിപ്പണ് തരണില്ല. വാ 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 വരാനേ. മല്ലി, എന്താ കാർത്തിയാനി? എടി, എല്ലാരോടുള്ള നിന്റെ നാക്കുമാക്കും എന്റെ അടുത്ത് ഇറക്കിയാലുണ്ടല്ലോ. ഒന്ന് ക്ഷമിക്കണ്ടേ അമ്മേ. ആ, ഇതവിടെ കൊണ്ടുപോയിക്കേ. കൊച്ചുകാന്താരി, നീ എന്നാടി ശങ്കരേട്ടൻ ഇട്ട് വരട്ടണേ? എന്നെ കാന്താരി എന്ന് വിളിച്ചാലുണ്ടല്ലോ, നാട്ടുകാരിട്ടിരിക്കുന്ന പേരില്ലേ കാള വർക്കീന്ന്, അത് ഞാനും അങ്ങോട്ട് വിളിക്കും. തന്നാണ്ടല്ലോ. അപ്പൊ മോനെ കള്ളെടുത്ത് നോക്കടാ. ശരി. എന്തുണ്ട് വർക്കിച്ചോ? എന്താ വർക്കിച്ച രാവിലെ പാടത്ത് നമ്മുടെ ലാലിച്ചനുമായിട്ട്? ഓ, അവൻ ചൊവ്വാവത്തില്ല. തൊട്ടതിനും പിടിച്ചതിനൊക്കെ അപ്പച്ചൻ അവനെങ്ങനെ എപ്പോഴും വഴക്ക് പറയുന്നുണ്ടല്ലേ? എടാ മക്കളെ, നിനക്കത് മനസ്സിലാകത്തോണ്ടാ. ഇത് എന്തൊരു അടിയാടോ കരിയച്ചാ. എടോ, കള്ള് ഇങ്ങനെ കുടിക്കാ, അല്ലാതെ തന്നെ പോലെ ഇംഗ്ലീഷ് മദ്യം കുടിക്കുന്ന പോലെയല്ല. അല്ലേ അബ്ദുട്ടി? എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാണ്? കള്ള് നമുക്ക് ഹറാമാണ്. പക്ഷെ കള്ള് ഷാപ്പിലെ കപ്പയും മീൻകറിയും കഴിച്ചോളാൻ മൗലവി നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, നിർത്തിയോ? ഞാൻ നിർത്തി. എന്റെ മോളൊറ്റയ്ക്കാ. ഓ, കള്ളകത്ത് ചെന്നപ്പോഴാ മോളെ കുറിച്ചുള്ള ചിന്ത വന്നത്. നല്ല മോളെ ആലീസേ, ദിവസവും കാലത്ത് ഇവിടുന്ന് ഇറങ്ങുമ്പോ ഇനി കുടിക്കണ്ടെന്ന് തീരുമാനിക്കും. മോൾക്ക് പ്രായം കൂടി വരികയാണല്ലോ, നല്ലൊരു ചെറുക്കനെ പിടിച്ച് ഏൽപ്പിക്കണല്ലോ എന്ന് ഓർക്കുമ്പോ വിഷമം കൊണ്ട് കുടിച്ചു പോകുന്നതാ. ദിവസവും കുടിച്ചോണ്ട് വരുന്നതിന്റെ കാരണമൊന്നും ഞാൻ ചോദിച്ചിട്ടേ ഇല്ലല്ലോ. പിന്നെ എന്റെ കല്യാണ കാര്യം അതൊക്കെ നടന്നോളൂ അപ്പാ. എന്റെ കല്യാണം കഴിഞ്ഞെന്റെ പിറ്റേന്ന് അപ്പം കുടി നിർത്തി കളയുമല്ലോ എന്നുള്ള ഒറ്റ വിഷമേ ഉള്ളൂ എനിക്ക്. വാപ്പ എല്ലാം കഴിക്കാം.
അയ്യോ എന്റെ പെണ്ണുങ്ങൾക്ക് ചീട്ട് കളിച്ച് കൂട്ടാണ്. ഈ കാശ് തരില്ല ഞാൻ. ഇങ്ങ് തരാൻ. എന്റെ അപ്പന് ശാന്തി കിട്ടുന്ന കൂലിയുടെ ചെലവ് കഴിഞ്ഞ് ബാക്കിയുള്ള സൂക്ഷിച്ചു വെച്ചിരുന്നതാ. അവനൊരു ഷർട്ടും മുണ്ടും വാങ്ങിക്കൊടുക്കാൻ. ആ കാശ് കൊണ്ടുപോയത്. എന്റെ അമ്മയെ തല്ലരുത്. കാശ് കൊണ്ടുപോയിക്കട്ടമ്മേ. പിന്നെ എല്ലാറ്റിനോടും കൂടി പറയാണ്, കേശവന്റെ ഇഷ്ടത്തിനാണ് ജീവിക്കാം, അല്ലെ ഒന്ന് കുഴിച്ചുകൂടി ഞാൻ. അപ്പൻ എന്താ ആലോചിക്കുന്നത്? ഞാൻ പഴയ കാര്യങ്ങളൊന്നും ഓർത്തുപോയി. കോയിക്കത്തറവാട്ടിലെ വലിയ കാരണവരുടെ കാര്യസ്ഥനായിരുന്നു എൻ്റെ അപ്പൻ.